ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര വേഗം വരുമെന്നുരച്ച പ്രാണനാഥൻ വേഗം വന്നിടുമേ. വേഗം വരുമെന്നുരച്ച പ്രാണനാഥൻ വേഗം വന്നിടുമേ. മൊഴിനേരം തന്നിൽ ധ്വനിക്കും കാഹളം അക്ഷരം നിദ്ര വിട്ടുണരും വിശുദ്ധൻ. മൊഴിനേരം തന്നിൽ ധ്വനിക്കും കാഹളം അക്ഷരം നിദ്ര വിട്ടുണരും വിശുദ്ധൻ. ഉന്നത ജീവനെയാണ്ടു പോയിടും വാനമേഘത്തിൽ. ഉന്നത ജീവനെയാണ്ടു പോയിടും വാനമേഘത്തിൽ. പ്രതിമയെ ധരിച്ചു അനന്ത കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. അന്ത്യനാൾ സമീപിക്കും വിശ്വാസത്യാഗം സംഭവിക്കും. അന്ത്യനാൾ സമീപിക്കും വിശ്വാസത്യാഗം സംഭവിക്കും. സ്നേഹം കുറഞ്ഞിടും സേവ ചെയ്യുവാനവർ ശക്തരാകില്ലവർ ലജ്ജിതരായിടും. സ്നേഹം കുറഞ്ഞിടും സേവ ചെയ്യുവാനവർ ശക്തരാകില്ലവർ ലജ്ജിതരായിടും. പാപത്തെ ഏറ്റുപറകാം സ്നേഹിത കർത്തൻ വന്നിടുമേ. പാപത്തെ ഏറ്റുപറകാം സ്നേഹിത കർത്തൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. താരൻ തുടയ്ക്കും നമ്മുടെ കണ്ണുകളിൽ നിന്നു കണ്ണുനീർ തുള്ളികളെ. താരൻ തുടയ്ക്കും നമ്മുടെ കണ്ണുകളിൽ നിന്നു കണ്ണുനീർ തുള്ളികളെ. സ്വർഗസിയോൻ മാളികമേടയിൽ ദീർഘയുഗം വസിച്ചാനന്ദം പാടുവാൻ. സ്വർഗസിയോൻ മാളികമേടയിൽ ദീർഘയുഗം വസിച്ചാനന്ദം പാടുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. തങ്കത്തെരുവിധി കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്നെന്നുള്ളം. തങ്കത്തെരുവിധി കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്നെന്നുള്ളം. മുമ്മുന്നു ഗോപുരം ദിക്കുനാലിങ്കലും മധ്യത്തിൽ മന്ദിരം സർവരത്നങ്ങളാൽ. മുമ്മുന്നു ഗോപുരം ദിക്കുനാലിങ്കലും മധ്യത്തിൽ മന്ദിരം സർവരത്നങ്ങളാൽ. ദീർഘയുഗായുഗങ്ങളാൽ വാണിടാം പ്രിയനുമായതിൽ. ദീർഘയുഗായുഗങ്ങളാൽ വാണിടാം പ്രിയനുമായതിൽ. മഹത്വ രാജരാജ
പ്രതിമയെ ധരിച്ചു. ആനന്ദ കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു. ആനന്ദ കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. 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 ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ അരികിൽ ഇരിക്കുവാൻ ഒരിക്കൽ കൂടി കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി നമുക്ക് വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. പഴയ നിയമത്തിൽ യോനാപ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ അവരോട്, എൻ്റെ അടുത്ത് സമുദ്രത്തിലിട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതും നാം ചിന്തിച്ചതുമായ ഭാഗമാണ്. യോനായ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ മഹാനഗരമായ നിനിവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി അതിന് വരാനിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവവചനം പ്രസംഗിക്കണമെന്ന് അരുളപ്പാടുണ്ടായി. എന്നാൽ യോന നിനിവയിലേക്ക് പോകാൻ മനസ്സില്ലാതെ തർശീസിലേക്കുള്ള കപ്പൽ കയറി യാത്ര പുറപ്പെട്ടുവെന്നും ആ യാത്രയിൽ വലിയ പ്രതികൂലം നേരിടേണ്ടി വന്നു. കടല് ഇളകി മറിഞ്ഞു, കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. ഒരു രീതിയിലും യാത്ര മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ കപ്പൽ പ്രമാണിയും അതിൻ്റെ ജോലിക്കാരുമെല്ലാം ഈ അനർത്ഥം വരാൻ, ഈ വലിയ കോള് വരാൻ കാരണമെന്തെന്ന് അവർ ചീട്ടിട്ടു എന്ന് പുലകളിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നുണ്ട് ചീട്ട് യോനായ്ക്ക് വീണുവെന്നും. യോന ആ കടല് ഇളകി മറിയുമ്പോഴും കപ്പൽ ആടി ഉലയുമ്പോഴും കപ്പലിലുള്ളവരെല്ലാം അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോഴും പ്രവാചകൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയായിരുന്നു എന്ന്. കപ്പൽ പ്രമാണി ചെന്ന് ആ ഉറങ്ങുന്ന യോനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവനോട് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, അതിനോട് തുടർന്ന് യോന ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ് നാം വായിച്ചു കേട്ടത്. പ്രവാചകനായ യോനയ്ക്ക് മനസ്സിലായി, ഈ അനർത്ഥം വരാൻ, ഈ കപ്പൽ ആടി ഉലയാൻ, ഈ കടൽ ഇളകി മറിയാൻ, ഈ യാത്ര പ്രതികൂലമായി തീരാൻ മറ്റൊന്നുമല്ല, ഞാൻ മാത്രമാണ് കാരണം. ഞാൻ ദൈവവഴിക്ക് വിരോധമായി, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഈ അനർത്ഥം വന്നതെന്ന് പ്രവാചകന് മനസ്സിലായി. പ്രിയപ്പെട്ട തിരുവചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഒരിക്കലും മനുഷ്യന് അവൻ്റെ കുറവ് ഏറ്റുപറയാൻ പലപ്പോഴും കഴിയുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ അവർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തുവെങ്കിലും അവർക്ക് പ്രിയപ്പെട്ട ദൈവസന്നിധിയിൽ യഥാർത്ഥമായി അവരുടെ തെറ്റ്, ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയാനുള്ള ഒരു എളിമ അവർക്കുണ്ടായില്ല എന്ന്. തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട പാപം ഏറ്റുപറയാൻ, പാപം സമ്മതിക്കാൻ, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ പലപ്പോഴും മനുഷ്യന് കഴിയുന്നില്ല. ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്നു എന്ന് പറയുമ്പോൾ കായിനോട് ദൈവം ഒരു ദിവസം ചോദിച്ചു, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെയെന്ന്. പ്രിയപ്പെട്ട കായീൻ അതിന് മറുപടി പറഞ്ഞത്, ഞാൻ എൻ്റെ സഹോദരന് കാവൽക്കാരനാണോ എന്നാണ്. എന്നാൽ ഹാബേലിനെ കൊന്ന് കായീന് ആ തെറ്റ് സമ്മതിക്കാൻ ഒരിക്കലും കഴിഞ്ഞില്ല. ദൈവങ്ങൾ വലിയ പ്രതികൂലത്തിൻ്റെ നടുവിലാണെങ്കിലും യോന പ്രവാചകന്റെ തെറ്റ് തിരിച്ചറിയാൻ കഴിഞ്ഞു, ഏറ്റുപറയാൻ കഴിഞ്ഞു. യോന ആ അന്യജാതിക്കാരായ കപ്പൽ ജോലിക്കാരുടെ മുമ്പിൽ, കപ്പൽ പ്രമാണിയുടെ മുമ്പിൽ തൻ്റെ കുറ്റം ആ യോന സമ്മതിക്കുകയാണ്. എൻ്റെ ഒരാളുടെ നിമിത്തമാണ് ഈ വലിയ അനർത്ഥം, ഈ വലിയ കോള് ഈ കപ്പലിന് തട്ടിയിരിക്കുന്നത്. ഈ യാത്ര പ്രതികൂലമായി പോകാൻ കാരണം ഞാൻ തന്നെയാണെന്ന്. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ആളത്വത്തിൽ അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ ഒരാളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന്, ഈ പ്രതികൂലത്തിന് കാരണമെന്ന്. എൻ്റെ ഒരാളുടെ പിടിവാശി മൂലമാണ്, അല്ലെങ്കിൽ എൻ്റെ രഹസ്യ ജീവിതത്തിൽ നിന്ന് പാപം മൂലമാണ്, ഞാൻ ദൈവവഴികളിൽ നിന്ന് പിന്നോട്ട് പോയത് മൂലമാണ്
എൻ്റെ സമർപ്പണക്കൂറവ് മൂലമാണ് എൻ്റെ ഭവനത്തിൽ ഈ അനർത്ഥങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്നും പ്രതീക്ഷിക്കുന്ന പോലെ മുമ്പോട്ട് പോകാത്ത അവസ്ഥകൾ, പ്രിയപ്പെട്ട എല്ലാം പ്രതികൂലമായിരിക്കുന്ന അനുഭവങ്ങൾ, ഒന്നു മാറി കേടുകളും കെടുതികളും രോഗങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമെല്ലാം ഭവനത്തിൻ്റെ മേല്, മനുഷ്യ ജീവിതത്തിൻ്റെ മേല് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ. പ്രിയപ്പെട്ട എല്ലാം പ്രതികൂലമാണെന്ന് തോന്നുമ്പോൾ, എല്ലാം എനിക്ക് എതിരാണെന്ന് തോന്നുമ്പോൾ ഒരു ദൈവത്തിൽ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. അപ്പോൾ ദൈവമുഖത്തേക്ക് നോക്കണം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. എനിക്ക് എന്താണ് തിരുത്താനുള്ളത്? എൻ്റെ ജീവിതത്തിൽ എന്താണ് തെറ്റുപറ്റിയിരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചോ? പ്രിയപ്പെട്ടവരെ, എല്ലാം പാപം മൂലം വരുന്നതാണെന്ന് ഒരിക്കലും നാം ചിന്തിക്കേണ്ട. എന്നാൽ എൻ്റെ ജീവിതത്തിൽ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ? പാപം എന്തെങ്കിലും ഉണ്ടോ? പ്രകടമായ തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ദൈവം വേദനിക്കുന്നത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളുടെ നടുവിൽ, മാറാ രോഗങ്ങളുടെ നടുവിൽ, മക്കൾ വഴിതെറ്റി പോകുമ്പോൾ, എല്ലാം പ്രതികൂലമാണെന്ന് നമ്മുടെ ഹൃദയം പറയുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നാം ദൈവസന്നിധിയിൽ ഒന്ന് എളിമപ്പെടണം. കർത്താവേ, എനിക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊക്കെയും പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. നമുക്കൊന്ന് എളിമപ്പെടാൻ, ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഞാൻ ഏതുമില്ല എന്ന്, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന്, കർത്താവെ ഞാനൊരു നിസ്സാരനാണെന്ന്, ഞാൻ വീണു പോകാവുന്ന സാഹചര്യത്തിലുള്ളവനാണെന്ന് ദൈവമക്കളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുക. യോനായ്ക്ക് ലഭിച്ച ഒരു ഭാഗ്യമാണതെന്ത്? വഴിതെറ്റിയെങ്കിലും, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായാണ് സഞ്ചരിച്ചതെങ്കിലും, ആ പ്രതികൂലമെല്ലാം വന്നപ്പോൾ യോന തിരിച്ചറിഞ്ഞു, എൻ്റെ നിമിത്തമാണ് ഈ വലിയ കോള് ഈ സമുദ്രത്തിൽ വന്നിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി നമുക്കൊന്ന് പറയാൻ കഴിയുമോ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവേ, ഞാൻ ഒരാള് ആകേണ്ടതുപോലെ ആകാത്തത് കൊണ്ട്, നിന്റെ വചനത്തിന് കൊടുക്കേണ്ട വില കൊടുക്കാത്തത് കൊണ്ട്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ സമർപ്പണം എടുത്തതുപോലെ മുമ്പോട്ട് ജീവിക്കാൻ എനിക്ക് ജാഗ്രതയില്ലാതിരുന്നത് കൊണ്ട് പലതും എൻ്റെ ജീവിതത്തിൽ തകർന്നുപോയി എന്ന്, ഞാൻ പല പ്രതികൂലങ്ങളിലും ആയിപ്പോയിരിക്കുകയാണെന്ന്, എൻ്റെ ഭവനം ഇന്ന് വളരെ പ്രതിസന്ധിയിലാണെന്ന്, എൻ്റെ മക്കളുടെ ഭാവി ഇന്ന് വളരെ പ്രതികൂലമായിരിക്കുകയാണെന്ന് പ്രിയപ്പെട്ടവരെ, യോന ഏറ്റുപറഞ്ഞു. ആ പുറജാതികളുടെ മുമ്പിൽ, ആ അന്യജാതിക്കാരുടെ മുമ്പിൽ യോന പറഞ്ഞു, എൻ്റെ നിമിത്തമാണ് ഈ വലിയ അനർത്ഥം ഈ കപ്പലിന് വന്നിരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നാം താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യോനയത് ഏറ്റുപറയുമ്പോൾ ആ കപ്പൽ പ്രമാണിയും കപ്പലിലുള്ളവരും എല്ലാം ഭയപ്പെട്ടു പോവുകയാണ്. കാരണം ഈ മനുഷ്യനെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളത്. യോന തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞു. താഴോട്ട് നമുക്ക് വായിക്കാം. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ യോന തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞപ്പോഴും അവനെ സമുദ്രത്തിലേക്ക് ഇട്ടുകളയാൻ അവർക്ക് മനസ്സില്ല. കാരണം ഇവനെ എങ്ങനെയെങ്കിലും കരയ്ക്ക് ഇറക്കി വിടണം. അതുകൊണ്ട് അവർ കരയ്ക്കടുക്കുവാൻ തണ്ടുവലിച്ചു. വായിച്ചോ. എങ്കിലും സമുദ്രം കോപിച്ച് കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവരെത്ര ഉത്സാഹിച്ച് ഈ കപ്പല് ഒരു കരയോട്, ഏതെങ്കിലും ഒരു കരയോട് അടുപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് സാധിച്ചില്ല. വായിച്ചോ. അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. അന്യജാതിക്കാര്, ദൈവത്തെ അറിയാത്തവര്, യഹോവയാരെന്ന് അറിയാത്തവര്, അവര് യഹോവയോട് നിലവിളിക്കുകയാണ്, അവര് പ്രാർത്ഥിക്കുകയാണ് ഈ യോനയ്ക്ക് വേണ്ടി. ഈ യോനയുടെ നിമിത്തം ഞങ്ങളെല്ലാവരും നശിച്ചു പോകാൻ ഇടവരരുതേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ, അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യോന മാത്രം ഉറങ്ങിക്കിടന്നു. എന്നാൽ യോനയ്ക്ക് വേണ്ടി ആ പുറജാതിക്കാരായവര്, ആ കപ്പൽ പ്രമാണി ദൈവത്തോട് നിലവിളിക്കുകയാണ്. വായിക്കാം. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു, യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകളും നേർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ യോന പറഞ്ഞതുപോലെ തന്നെ ഗത്യന്തരമില്ലാതെ, യാതൊരു നിവൃത്തിയുമില്ലാതെ ആ കപ്പൽ ജോലിക്കാര് യോനയെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടുകളഞ്ഞു. ദൈവമക്കളെ, എന്ത് ചിന്തിക്കും നമ്മളത് വായിക്കുമ്പോൾ? പെട്ടെന്ന് യോനയുടെ കാര്യം തീർന്നുപോയി, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, എല്ലാം അസ്തമിച്ചു പോയി എന്ന് മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ. കാരണം സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞ ഒരു മനുഷ്യനെ പിന്നെ കാണാൻ കിട്ടുമോ? അവൻ പിന്നെ തിരിച്ചു വരുമോ? അവൻ ജീവിച്ചിരിക്കുമോ? ആ കപ്പൽ പ്രമാണികാരും പ്രിയപ്പെട്ടവരെ, ആ രംഗം കണ്ടവരെല്ലാം ഈ മനുഷ്യന്റെ ആയുസ് തീർന്നല്ലോ എന്നും
ഈ രക്തം ചൊരിയിച്ചത് ഞങ്ങളുടെ മേലെ അതിന്റെ കുറ്റം വരരുതല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രവാചകനെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി തെളിഞ്ഞു, എന്ത്? ഈ യോനയുടെ നിമിത്തം തന്നെയാണ് ഈ സമുദ്രം ഇളകി മറിഞ്ഞതെന്ന്, കപ്പൽ ആടി ഉലഞ്ഞത്. കാരണം എന്താ? യോനായി എടുത്ത് കടലിലേക്ക് ഇട്ടപ്പോൾ തന്നെ സമുദ്രം ശാന്തമായി, കപ്പലിന്റെ ആട്ടം നിലച്ചു, അവരുടെ യാത്ര സുഗമമായി. ദൈവമക്കളെ, എന്ത് മനസ്സിലായി? ഇവൻ ഒരാളാണ് ഈ പ്രതികൂലം വരാൻ കാരണം, ഇവന്റെ ഒരാളുടെ ജീവിതമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന്. ദൈവമക്കളെ, ഞാൻ പിന്നെയും പറയട്ടെ, ഞാനൊരാള്, പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയ ജീവിതത്തിന് പ്രതികൂലമായി നിൽക്കരുത്, കൂട്ടായ്മയ്ക്ക് പ്രതിസന്ധിയായി നിൽക്കരുത്, ഭവനത്തിന് പ്രതികൂലമായി നിൽക്കരുത്, മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് പ്രതികൂലമായി നിൽക്കരുത്. ദൈവമക്കളെ, എപ്പോഴും നമുക്ക് എളിമപ്പെടാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. തെറ്റ് വരാൻ, പ്രിയപ്പെട്ടവരെ, വീഴ്ചകൾ വരാൻ ആത്മീയ ജീവിതത്തിൽ, എന്നാൽ നാം അതിൽ തന്നെ മുമ്പോട്ട് പോകരുത്, അതിൽ ഉറച്ചു നിൽക്കരുത്. തെറ്റ് കണ്ടെത്തി നാം തിരുത്തണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉന്നതഭാവം വന്നിട്ടുണ്ടോ? അഹങ്കാരത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? നാം ഇടപെടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടു പോയിട്ടുണ്ടോ? അതെല്ലാം കർത്താവ് ക്ഷമിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് എളിമപ്പെട്ടാൽ, എൻ്റെ കുറവാണെന്ന്, എൻ്റെ തെറ്റാണെന്ന്, എൻ്റെ പാപമാണെന്ന്, ഞാനതിൽ ഒന്നും ഇടപെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് നാം തിരിച്ചറിഞ്ഞാൽ, ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. യോനായെ സമുദ്രത്തിലേക്ക് ഇട്ടു, സമുദ്രം, പ്രിയപ്പെട്ടവരെ, അടങ്ങി. എന്നാൽ മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കും എല്ലാം തീർന്നു എന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ തെറ്റ്, പ്രിയപ്പെട്ടവരെ, ഒന്ന് ഏറ്റു പറഞ്ഞാൽ, ആരുടെയെങ്കിലും മുമ്പിലോ അല്ലെങ്കിൽ പരസ്യമായോ അല്ലെങ്കിൽ ദൈവസന്നിധിയിലോ നാം ഒന്ന് എളിമപ്പെടുമ്പോൾ നാം മനസ്സിലാക്കണം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യം തീർന്നു പോവുകയല്ല, നാം താണു പോവുകയല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നാം കുറഞ്ഞു പോവുകയല്ല, പിന്നെയോ നമ്മുടെ മുമ്പിൽ ഒരു പുതുവഴി സ്വർഗത്തിലെ ദൈവം തുറന്നു വയ്ക്കുകയാണ്. തെറ്റ് അംഗീകരിക്കുന്നവരുടെ മുമ്പില്, തെറ്റ് ഏറ്റുപറയുന്നവരുടെ മുമ്പില്, എനിക്ക് കുറവുണ്ടെന്ന് പറയുന്നവരുടെ മുമ്പില്, പ്രിയപ്പെട്ടവരെ, സ്വർഗം അനുഗ്രഹത്തിന്റെ കലവറ തുറന്നു വയ്ക്കുകയാണ്. ദൈവമക്കളെ, യോനായ്ക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു. അവന്റെ തെറ്റ് മനസ്സിലായപ്പോൾ, അവന്റെ തെറ്റ് അംഗീകരിച്ചപ്പോൾ, അതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതത്തിന്റെ വഴിയാണ് ദൈവം അവന്റെ മുമ്പിൽ തുറന്നു കൊടുത്തത്. ആ സമുദ്രത്തിലേക്കിട്ട പ്രവാചകനെ ഉൾക്കൊള്ളുവാൻ ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അത്ഭുതത്തിന്റെ വഴിയാണ് കർത്താവിന്റെ വഴി, അത്ഭുതത്തിന്റെ വഴിയാണ് ദൈവത്തിന്റെ വഴി. അത് മനുഷ്യന്റെ ബുദ്ധിക്കോ മാനുഷിക ആലോചനകൾക്കോ ഒന്നും അടങ്ങുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും എളിമപ്പെട്ട് നിന്നുകൊള്ളണം, എപ്പോഴും താണു നിന്നുകൊള്ളണം. കർത്താവെ, നിന്റെ വഴി എനിക്ക് അഗോചരമാണ്, നിന്റെ ആലോചനകൾ എൻ്റെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്നുള്ള ആ എളിമ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവമക്കളെ, യോനായുടെ മുമ്പിൽ ദൈവം ഒരു അത്ഭുതത്തിന്റെ വഴി തുറന്നു. പ്രവാചകർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഇനി എനിക്കൊരു ഭാവിയുണ്ടെന്ന്, ഇനി എനിക്കൊരു ജീവിതമുണ്ടെന്ന്, എല്ലാം തീർന്നു എന്ന്. പ്രിയപ്പെട്ട, നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. പഴയത്തിൽ നാം വായിക്കുന്നുണ്ട്, പുറപ്പാട് പുസ്തകത്തില്, ചെങ്കടലിന്റെ തീരത്ത് ഇസ്രായേൽ ജനം വന്നു നിൽക്കുമ്പോൾ മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്, ഇനി ഒരു മാർഗമില്ല. ഇസ്രായേൽ ജനം മോശയ്ക്കെതിരായിട്ട് വിറുവിറുക്കാൻ തുടങ്ങി. അയ്യോ, മിസ്രയീമിലെങ്കിലും ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ കൊണ്ടുവന്നതെന്നുള്ള ആ നിലവിളി, ആ പിറുവിറപ്പ്, ആ മത്സരത്തിന്റെ സ്വരം. പ്രിയപ്പെട്ടവരെ, വഴിയില്ല മുമ്പിലേക്ക് പോകാൻ. മുമ്പിൽ ചെങ്കടലാണ്, പുറകിൽ ഫറവോന്റെ സൈന്യം നിൽക്കുകയാണ്. മോശ ഉയരത്തിലേക്ക് നോക്കി. പ്രിയപ്പെട്ടവരെ, മോശയും അങ്കലാപ്പിലായി പോയി. അപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു മോശയോട്, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? ഈ ജനത്തോട് മുമ്പോട്ട് പോകാൻ കൽപ്പിക്ക എന്ന്. പ്രിയപ്പെട്ടവരെ, മോശയുടെ കയ്യിലിരുന്ന വടി സമുദ്രത്തിന്റെ നേരെ നീട്ടിയപ്പോൾ അത് പിളർന്നു. ദൈവമക്കളെ, ഒരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്ത, സംഭവിക്കുകയില്ലാത്ത അത്ഭുതകരമായ കാര്യമെന്ന് ഇസ്രായേലിന്റെ മുമ്പിൽ ദൈവം തുറന്നു വെച്ചു. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തില് അവരെത്രയോ വട്ടം ദൈവത്തോട് മത്സരിച്ചു, അവരെത്രയോ വട്ടം അവിശ്വാസികളായി തീർന്നു. ദൈവം നടത്തിയ വഴികളെല്ലാം അവർ മറന്നുപോയി എന്ന് പലപ്പോഴും നാം ചിന്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർക്ക് ആ യാത്രയിൽ ഒരിക്കലും ഒരു സംതൃപ്തി ഉണ്ടായിരുന്നതായിട്ട് നാം കാണുന്നില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുന്നുണ്ട്, എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും ഒരു സംതൃപ്തിയോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചെങ്കടൽ കടന്നപ്പോൾ അവർ തപ്പെടുത്ത് പാടിയെന്നെല്ലാം നാം വായിക്കുന്നുണ്ട്. ഫറവോന് ഞാൻ ഇനി അടിമയല്ല എന്നും, പരമസിയോനിൽ ഞാൻ അന്യനല്ല എന്നും. ദൈവമക്കളെ, അവർ പാടിയതൊക്കെ പരമാർത്ഥമാണ്, എന്നാൽ പരമസിയോൻ അങ്ങ് ദൂരെ കിടക്കുകയായിരുന്നു. അതിലേക്കുള്ള യാത്രയിൽ
അവർ ക്ഷീണിച്ചു പോയി, അവർ തളർന്നു പോയി, അവർ നിരാശപ്പെട്ടു പോയി, അവർ മത്സരികളായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. പ്രിയപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ വലിയൊരു പരാതിയും അവർക്കുണ്ടായിരുന്ന ഒരു പരിഭവം എന്താണെന്ന് വായിക്കാം. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള ഞങ്ങളും ഇസ്രായേലിൽ ആ ഇഷ്ടിക തൊട്ട് അടിമവേല കൊണ്ട് പൊരിഞ്ഞുപോയ കാലത്ത് ഞങ്ങൾ വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരോട് ചോദ്യം ചോദിക്കുകയാണ് മോശയോട്. ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി യാതൊരും, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് ഇറച്ചി തിന്നവരാ, ഉള്ളി തിന്നവരാ, ചുവന്നുള്ളിയും ചിറ്റുള്ളിയും മത്തങ്ങയും വെള്ളിരിക്കയെല്ലാം ധാരാളമായി തിന്നവരാ. അവിടെ സമൃദ്ധി ഉണ്ടായിരുന്നു. ഈ മരുഭൂമിയിലോ അവർ ചേർത്ത് പറയുന്നുണ്ടെന്ന്, ഇവിടെ ഈ മഞ്ഞയല്ലാതെ ഒന്നും കാണുവാനില്ല. ദൈവമക്കളെ, ഇത് മനസ്സിലാക്കണം. മഞ്ഞയോട് അവർക്ക് അവജ്ഞയായിരുന്നു. മഞ്ഞയെ അവർ വിലയുള്ളതായി കണ്ടില്ല. നിത്യനായ ദൈവം സ്വർഗത്തിൽ നിന്ന് വേറെപ്പെട്ട ശക്തിമാന്മാരുടെ അപ്പം ഭൂമിയിലേക്ക് പൊഴിച്ചു കൊടുത്തു. എന്നാൽ അവർക്കത് വിലയുള്ളതായിരുന്നില്ല. ദൈവത്തിലെ ഞാൻ ചോദിക്കട്ടെ, നിത്യനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാകുന്ന മന്ന മനുഷ്യനെ ജീവിപ്പിക്കുന്നതും ജീവനിലേക്ക് നടത്തുന്നതും നിത്യജീവനിലേക്ക് കരം പിടിച്ചുയർത്തുന്നതുമാകുന്ന ജീവന്റെ മന്ന, അതിന്ന് നമുക്ക് വിലയുള്ളതാണോ? ദൈവവചനം നമുക്ക് വിലയുള്ളതാണോ? പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിന് മന്ന നിസാരമാണെന്ന് തോന്നി, അത് വിലയില്ലാത്തതാണെന്ന് തോന്നി. അവരുടെ ഹൃദയം മിസ്രൈമിലെ ആ പണ്ട് കഴിച്ച ആഹാരങ്ങളിലെല്ലാം തറ്റു നിൽക്കുകയാണ്. ദൈവത്തിലെ എപ്പോഴെങ്കിലുമൊക്കെ ഹൃദയം പുറകോട്ട് പോകുന്നുണ്ടോ? പഴയകാല ജീവിതത്തിൽ അനുഭവിച്ച ഈ ലോകത്തിലെ മ്ലേച്ഛതകളിലേക്ക്, കൂട്ടായ്മയിലായതുകൊണ്ട്, ദൈവമക്കളോട് കൂടെ ആയതുകൊണ്ട് പലതും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഹൃദയം പഴയതിലാണോ സഹോദര? ആ ജീവിതം പുറകോട്ടാണോ സഹോദര? ആത്മീയ ജീവിതം മുമ്പോട്ടാണോ അതോ പുറകോട്ടാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? ദൈവമക്കളെ, നിങ്ങളുടെ ആത്മീയ ജീവിതം മുമ്പോട്ടാണോ അതോ പുറകോട്ടാണോ? ഒരുപക്ഷെ കൂട്ടായ്മയുടെ ഉള്ളിലായിരിക്കാം, പല പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കാം, വേലയോട് ചേർന്നായിരിക്കാം, ചിലപ്പോൾ സാക്ഷ്യം പറയും, തിരുവചനം പറഞ്ഞു എന്നെല്ലാം വരാം. സഹോദര, ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, നിന്റെ ആത്മീയ യാത്ര മുമ്പോട്ടാണോ അതോ പുറകോട്ടാണോ? പ്രിയപ്പെട്ട ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്നെങ്കിലും അവരുടെ ഹൃദയം പുറകോട്ടായിപ്പോയി. അവർ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്കായിപ്പോയി. അതിന്റെ 11-13 വായിച്ചേ സംഖ്യാപുസ്തകം. ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? പ്രിയപ്പെട്ടവരെ, മോശ, ദൈവത്തിന്റെ ദാസനായ മോശയ്ക്ക് പോലും ഒരു ധൈര്യമില്ല ഇവർക്ക് ഇറച്ചി കൊടുക്കുമോ എന്ന്. ഈ മോശ ചോദിക്കുകയാണ്, ഈ 6 ലക്ഷമുള്ള 600,000 ഈ വലിയ ജനക്കൂട്ടത്തിന് ഞാൻ എവിടെ നിന്ന് ഇറച്ചി കൊടുക്കും? വായിച്ചോ. അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞു കരയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവര് ഞങ്ങൾക്ക് ഇറച്ചി എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ച് കരയുകയാണ്. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സംഖ്യാപുസ്തകം 11-22. അവർക്ക് മതിയാകുമെന്ന ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറക്കുമോ? അവർക്ക് മതിയാകുമെന്ന സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്ന് മോശ ചോദിക്കുകയാണ്. ഈ ജനത്തിന് ആഹാരം ഇറച്ചി കൊടുക്കാൻ എന്തുമാത്രം ആടുകളെയും മൃഗങ്ങളെയും അറുത്താലാണ് സമുദ്രത്തിലെ മത്സ്യങ്ങളെ അപ്പടി പിടിച്ചു കൂട്ടിയാൽ സാധിക്കുമോ? അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ചേ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല. ദൈവം പറയുകയാണ്, ഈ ജനത്തിന് ഞാൻ ഇറച്ചി കൊടുക്കാൻ പോവുകയാണ്. അവരുടെ ആവലാതി ഞാൻ കേട്ടിരിക്കുകയാണ്. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, പിന്നെയോ 1 മാസക്കാലം ഞാൻ ഇവർക്ക് ഇറച്ചി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, മോശ ചോദിച്ച അപ്പോഴാണ്, എവിടുന്നാ ദൈവമേ, എവിടുന്നാ കർത്താവേ ഈ ജനത്തിലെല്ലാം ഇറച്ചി കൊടുക്കുന്നത്? ഇതിനു മാത്രം മൃഗങ്ങളെ ഇറക്കാൻ കഴിയുമോ? കടലിലെ മത്സ്യം പിടിച്ചു കൂട്ടാൻ കഴിയുമോ? ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ കരം, അത് അത്ഭുതത്തിൻ്റെ കരമാണ്, അത് അത്ഭുതത്തിൻ്റെ വഴിയാ. എൻ്റെ ദൈവം മോശയോട് പറഞ്ഞു, മോശെ നീ നോക്കിക്കോ, 1 ദിവസമല്ല 1 മാസക്കാലം ഞാൻ ഇവർക്ക് ഇറച്ചി കൊടുക്കാൻ പോവുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കാം. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? ദൈവത്തിന്റെ സ്തോത്രം. മോശയ്ക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. ദൈവം ചോദിക്കുകയാണ്, മോശേ, എൻ്റെ കൈ കുറുകിപ്പോയോ? എനിക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവില്ലയോ? ഈ കാലമൊക്കെയും ഞാൻ നടത്തിയത് നീ മറന്നുപോയോ? എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം.
പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്നുണ്ട് ആ അധ്യായത്തിൽ തന്നെ, ഒരു ദിവസം പ്രഭാതത്തില് ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ഇസ്രായേൽ പാളയങ്ങളില് ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും, പ്രിയപ്പെട്ടവരെ, കാടപ്പക്ഷികൾ 2 മുഴ ഉയരത്തില് പറന്ന് നിൽക്കാൻ തുടങ്ങിയെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് ധ്യാനിക്കാറുണ്ട്, ദൈവമക്കളെ, ആർക്കും നിലം പറ്റ കുനിയണ്ട. പ്രിയപ്പെട്ടവരെ, നിവർന്നു നിന്ന് തന്നെ ആയാസം പിടിക്കാൻ പാകത്തിന് 2 മുഴ ഉയരത്തില് ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും കാടപ്പക്ഷികളെ കൊണ്ട് ദൈവം നിറച്ചു. ആർത്തിയോടെ ജനം പിടിക്കാൻ തുടങ്ങി. ഇന്ന് കുറച്ച് പിടിച്ചവൻ 10 വരെ പിടിച്ചു കൂട്ടിയെന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവവേദലേ, എൻ്റെ ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. നിനക്കിന്ന് രോഗമാണോ? നിനക്കിന്ന് പണത്തിന് ബുദ്ധിമുട്ടാണോ? നിനക്കിന്ന് സമാധാനത്തിന് വറുതിയുണ്ടോ? സ്നേഹത്തിന് നീ കൊതിക്കുകയാണോ? ഭാവിയിലേക്ക് നോക്കി നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? ദൈവവേദലേ, അത്ഭുതങ്ങളുടെ ദൈവമാണ് നിന്റെ അരികിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചെങ്കടൽ പിളർന്നവൻ, മരുഭൂമിയിൽ പാറ പിളർന്ന് ജീവജലം കൊടുത്തവൻ, ഇസ്രായേൽ ജനത്തിന്, പ്രിയപ്പെട്ടവരെ, കാടപ്പക്ഷിയെ കൊണ്ട് അവരെ പോഷിപ്പിച്ചവൻ, ദൈവവേദലേ, അവനിന്നും ജീവിക്കുന്നവനാണ്, അവനിന്നും പ്രവർത്തിക്കുന്നവനാണ്. അവൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. സഹോദര, നീ ആ കുരിശിലേക്കൊന്ന് നോക്കിയേ. ഓ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ അത്ഭുത കൃപയുടെ വചനമാണ് നിന്റെ മേൽ തഴുകുന്നത്. മകനെ, നിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാം, നിന്റെ വേദനകൾ ഇറക്കി വെക്കാം. നീ കുരിശിലേക്ക് നോക്കി ഒരു വാക്ക് പറഞ്ഞാൽ മതി. കർത്താവേ, ഇന്ന് ഈ തകർന്നു പോയ, ഈ നിസാരമായ, ഈ വിലയില്ലാത്ത, അവിശ്വാസമുള്ള, മത്സരമുള്ള, പിന്മാറ്റമുള്ള, ഹൃദയത്തിൽ പിന്മാറ്റമുള്ള എന്റെ ജീവിതം ഇന്ന് ഒരിക്കൽ കൂടി കർത്താവേ നിന്റെ മുറിവാർന്ന കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെന്ന്. ദൈവമക്കളെ, അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് പഴയ നിയമത്തിൽ മാത്രം നടന്ന കാര്യമല്ല. ഈ അത്ഭുതങ്ങളൊക്കെ പുതിയ നിയമത്തിലും നടന്നിട്ടുണ്ട്. ദൈവം ആവശ്യക്കാർക്ക് പ്രവർത്തിക്കുന്നവനാണ്. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. 5-ാം അധ്യായത്തിന്റെ. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹ വാതിൽ തുറന്നു അവരെ പുറത്തു കൊണ്ടുവന്നു. കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്ന് അപ്പോസ്തലന്മാരെ പുറത്തു കൊണ്ടുവന്നു എന്ന്. ദൈവമക്കളെ, വീണ്ടും നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 12-4 മുതൽ വായിക്കാം. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യാക്കോബിനെ കൊന്നത് കൊണ്ട് ആ യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് തോന്നിയുകൊണ്ട് അപ്പോസ്തലനെ പത്രോസിനെ പിടിച്ച് തടവിലാക്കി എന്ന് വായിക്കാം. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവറുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ദൈവമക്കളെ, 4 ചേവറുള്ള 4 കൂട്ടത്തിനെ, പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടത്തില് 4 വെച്ച് 4 കൂട്ടം, എത്രയോ പേര്, 16 പേര്. പ്രിയപ്പെട്ടവരെ, കാവൽക്കാര് ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്, ചുറ്റും നിൽക്കുകയാണ്. അത്രമാത്രം വലിയ കുറ്റവാളിയെ പോലെയാണ് പത്രോസിനെ ബന്ധനത്തിലാക്കിയത്. അർദ്ധരാത്രിയില് പത്രോസിന്റെ അരികിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. വായിക്കാം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു സഭ പോന്നു. ഏത് അപ്പോസ്തലനോട് ചേർന്ന് നിന്ന സഭയിലെ മക്കള്, കൂട്ടായ്മക്കാര് അപ്പോസ്തലന് വേണ്ടി ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ, വിസ്താരത്തിന് നിശ്ചയിച്ചിരുന്നതിന്റെ തലേ രാത്രിയില്, പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുമ്പോൾ വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. കാവൽക്കാരൊക്കെ വാതിലിന്റെ മുമ്പിൽ കാരാഗ്രഹം കാത്തുകൊണ്ട് തന്നെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ആ കാരാഗ്രഹത്തിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. പ്രിയപ്പെട്ടവരെ, അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ദൈവമക്കളെ, കാവൽക്കാരവിടെയുണ്ട്, വാതിൽ കാക്കുന്നവരുണ്ട്, അപ്പോസ്തലന്റെ ബന്ധനമെല്ലാം ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവത്തിന്റെ ദൂതൻ തന്റെ ദാസന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. ദൈവമക്കളെ, അവന്റെ ചങ്ങലകൾ അഴിഞ്ഞുപോയി. ഞാൻ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, 1-ാം കാവലും 2-ാം കാവലും കടന്ന് ആ ദൂതൻ പത്രോസിനെ കാരാഗ്രഹത്തിന്റെ പുറത്താക്കുവോളം ചേർന്ന് നടന്നു എന്ന്. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കാവൽക്കാരവിടെയുണ്ട്, ചങ്ങലയെല്ലാം അഴിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹം കാത്തവരൊന്നും കണ്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ല.
എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ അപ്പോസ്തലനെ ആ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് കടത്തി വിട്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇത് പുതിയ നിയമത്തിൽ നടന്നതാണ്. കാരാഗൃഹം തുറന്ന് അപ്പോസ്തലനെ വിടുവിച്ച ദൈവം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്റെ മുമ്പിൽ അടഞ്ഞുപോയ വാതിലുകള്, മനുഷ്യന് തുറക്കാൻ കഴിയാത്തതെല്ലാം ദൈവം തുറന്നു കൊടുത്തു. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, അപ്പോസ്തലനെ ആ കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ദൂതനെ കണ്ടില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്ത് നാം മനസ്സിലാക്കണം, മനുഷ്യൻ അസാധ്യമായത് പ്രവർത്തിക്കുന്നവനാണ് ദൈവം. മനുഷ്യകരങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് പ്രവർത്തിക്കുന്നവനാണ് ദൈവം. ദൈവമക്കളെ, ഒരു നിമിഷം നിങ്ങൾ ആ കുരിശിലേക്കൊന്ന് നോക്കി, നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ച്, സഹോദര, അസാധ്യമായത്, നിനക്കൊരിക്കലും സാധ്യമല്ലാത്തത്, നിന്റെ ബുദ്ധിയിൽ ഒരിക്കലും ഒതുങ്ങാത്തത്, ഒരു പ്രതീക്ഷയുമില്ലാത്തത്, എല്ലാ വാതിലും അടഞ്ഞത്, എല്ലാ വഴികളും പ്രതികൂലമായിരിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ, സഹോദര, നീ ആ കുരിശിന്റെ ചുവട്ടിലേക്കൊന്ന് ഇറക്കി വെച്ച്, അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ജീവനുള്ള കർത്താവ് നമ്മുടെ അരികിലുണ്ട്. അവന്റെ ജീവന്റെ വചനം നമ്മളെ തഴുകുകയാണ്, നമ്മെ തലോടുകയാണ്. യൗവനക്കാരാ, നിന്റെ ക്ഷീണങ്ങൾ മാറുകയാണ്, നിന്റെ പിന്മാറ്റങ്ങൾ മാറ്റുകയാണ്, നിന്റെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കുകയാണ്, നിന്റെ മുമ്പിൽ അടഞ്ഞുപോയ വാതിലുകളെ അവൻ തുറന്നു വയ്ക്കുകയാണ്. യേശുക്രിസ്തു ജീവിക്കുന്നു. യേശുക്രിസ്തു ഇന്നും പ്രവർത്തിക്കുന്നു. സഹോദര, ജീവന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങട്ടെ. നീ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, സ്വർഗീയ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്റെ ഈ മൺകൂടാരത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, അത്ഭുതങ്ങളുടെ വഴിയിലൂടെ എന്നെ നടത്തണമേ. ദൈവത്തിന് നാം മഹത്വപ്പെടുവാനായിട്ട്. ദൈവം